സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്നത്. നമ്മുടെ ഒരു വീട്ടിലെ കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നില്ല. കാരണം 57-ൽ EMS ഗവൺമെന്റ് വന്ന് അന്ന് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും പിന്നീട് രണ്ടാമത് EMS സർക്കാർ വരുമ്പോൾ 7 മുതൽ 4 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയില്ലേ? എല്ലാ സാധാരണ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യനും ഭൂമി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ മനുഷ്യനും ഭൂമി കൊടുത്തു. മിച്ചഭൂമിയുള്ളവരുടെ കയ്യിൽ നിന്നും ഭൂമിയില്ലാത്ത മനുഷ്യന് ഭൂമി കൊടുത്തു. ഇന്ന് ഈ നേട്ടം നമ്മുടെ നാട് കൈവരിക്കുമായിരുന്നു ഇടതുപക്ഷമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പെൻഷൻ പദ്ധതി തന്നെ എടുത്ത് നമുക്ക് പരിശോധിക്കാം. നയനാർ ഗവൺമെന്റ് 80-ൽ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നു. അന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ പെൻഷൻ പദ്ധതിയെ വിശേഷിപ്പിച്ചത് പ്രത്യുൽപാദനപരമായ അല്ല പെൻഷനുകളെന്നാണ്. പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളെ അപമാനിച്ചു. ഇന്ന് പെൻഷൻ 2000-ആയി. കോൺഗ്രസിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് പെൻഷൻ 2000-ആയി വർദ്ധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇത് ശരിയല്ല, പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കും. പെൻഷൻ ഇന്ന് 2000 ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ 2000 രൂപ പെൻഷൻ കിട്ടുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. എവിടെയെങ്കിലും പെൻഷൻ 2000 നൽകുന്നുണ്ടോ? 62 ലക്ഷം മനുഷ്യരാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. UDF സർക്കാർ ഇരിക്കുമ്പോൾ 22 ലക്ഷമായിരുന്നത് ഇന്ന് 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് പെൻഷൻ എത്തുകയാണ്. അന്ന് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തുകൊണ്ട് ഇന്ന് പെൻഷൻ കുടിശ്ശികയില്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. അത് ഈ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പോൾ ഇതാ സർക്കാർ പറയുകയാണ് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് വനിതകൾക്ക് നമ്മൾ പെൻഷൻ നൽകുവാൻ സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞു. സർക്കാർ പരിശോധിച്ചപ്പോൾ 33 ലക്ഷം മനുഷ്യരാണ് 35-നും 60-നും ഇടയിലുള്ള പിങ്ക് യെല്ലോ കാർഡുള്ള ആളുകൾക്ക് പെൻഷൻ നൽകുവാൻ പോകുന്നത്. 18-നും 30-നുമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും 1000 രൂപ വീതം പെൻഷൻ നൽകുന്നു. പദ്ധതി തുടക്കം കുറിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ 1 കോടി മനുഷ്യർ സർക്കാർ ഖജനാവിൽ നിന്നും അവർക്ക് ഒരു വരുമാനം നൽകുന്ന നാടായി നമ്മുടെ കേരളം മാറുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരളത്തിലെ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തി. കേരളം അതിദരിദ്ര മുക്തമാകുന്നു. കേരളം അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിക്കുന്നുവെന്ന്. കേവലം നവംബർ 1-ാം തീയതി സർക്കാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് പറഞ്ഞതല്ല. 2021 മെയ് 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞു ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം നമ്മുടെ നാടിനെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്നതാണ്. നിങ്ങളുള്ളവരെ, നിങ്ങൾ ഓർക്കണം, ലോക പട്ടിണി ദാരിദ്ര്യ സൂചിക പട്ടികയിൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം 102-ാമത് നിൽക്കുമ്പോൾ 125 രാജ്യങ്ങളുള്ളതിൽ 102-ാമത് നിൽക്കുമ്പോൾ ആ ഇന്ത്യയുടെ ഒരു നാടായ ഒരു സംസ്ഥാനമായ ഒരു ചെറിയ കേരളം പറയുകയാണ് ഞങ്ങളുടെ നാട് അതിദാരിദ്ര്യമുക്തമാകാൻ പോകുന്നു എന്ന്. അങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളും കുടുംബശ്രീയും കൂടി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഒരു ഡേറ്റാ ശേഖരണം നടത്തി, ഒരു അന്വേഷണം നടത്തി.